ഹലോ, ഇതേപോലെ കുറച്ച് വൈറ്റ് ത്രെഡ് എടുക്കാനുണ്ടോ? നമുക്ക് ഈസി ആയിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. ഫസ്റ്റിന് 2 വിരൽ ഇതേപോലെ വെച്ചതിന് ശേഷം ത്രെഡ് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. ചുറ്റി കൊടുത്തതിനിടയിലായിട്ട് ഇതേപോലെ ഒരു കമ്പി കടത്തിയിട്ട് നമ്മുടെ വിരലൊന്ന് വിടുവിച്ചെടുക്കാം. എന്നിട്ട് കമ്പി നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തെടുക്കണം. ഈ കമ്പിയൊക്കെ നമുക്ക് ക്രാഫ്റ്റിൻ്റെ മെറ്റീരിയൽസ് വാങ്ങിക്കുന്ന ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തെടുത്തതിന് ശേഷം എക്സസ് ആയിട്ടുള്ള കമ്പി ഞാനിവിടെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കുറച്ച് ലെങ്തിലാണ് ഈ കമ്പി എടുത്തിട്ടുള്ളത്. അതിനുശേഷം ത്രെഡ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടു കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഫ്ലവർ നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഓരോരോ ത്രെഡായിട്ട് നിലക്കിയെടുക്കാൻ വേണ്ടി ഇതേപോലെ കോമ്പ് ഉപയോഗിച്ചിട്ടൊന്ന് ചീകി കൊടുക്കാം. നന്നായിട്ടൊന്ന് ചീകി എടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഗ്രീൻ കളർ ടേപ്പ് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. ഞാൻ ഇവിടെ വൈറ്റ് കളറിൽ എടുത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിലൊക്കെ ഈ ഫ്ലവേഴ്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലവേഴ്സാണ്. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 5-6 ഫ്ലവേഴ്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ 5-6 ഫ്ലവർ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്ലവേഴ്സ് എല്ലാം കൂടി തന്നെ നമുക്കൊരു ഒറ്റ കമ്പിയിൽ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ആദ്യം ഒരു ഫ്ലവർ വയ്ക്കുക. നമ്മുടെ ഗ്രീൻ കളർ ടേപ്പ് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. കുറച്ച് ലെങ്ത് എത്തിക്കഴിയുമ്പോഴത്തേക്കും വീണ്ടും അടുത്ത ഫ്ലവർ ഇതേപോലെ ഒന്ന് വെച്ച് ആ ഫുൾ ഫ്ലവേഴ്സും നമുക്ക് ഇതിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻസിൽ പറയണം. ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫുൾ ഫ്ലവേഴ്സും ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു ഫ്ലവർ വേസിലോ ഒരു ബോട്ടിലോ നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായി